ശാന്തമായ ഒരു വനത്തിൽ ടോമി എന്നൊരു ചെറിയ ആമ താമസിച്ചിരുന്നു. ടോമി ധൈര്യശാലിയും സൗഹൃദപരമായ സ്വഭാവങ്ങളുമുള്ള നല്ലൊരു ആമയായിരുന്നു. അതിസുന്ദരമായ ഒരു പ്രഭാതം വനം ആകെ ആവേശകരമായ ഒരു വാർത്ത പടർന്നു. എല്ലാ മൃഗങ്ങളും വനത്തിന്റെ നടുവിൽ ഒത്തുകൂടി. ആവേശകരമായ സംസാരം ആണ് അവിടെ നടക്കുന്നത്. കുന്നിൻ മുകളിൽ ഒരു നിധി, അതായിരുന്നു സംസാര വിഷയം. എന്നാൽ ആ നിധി വളരെ ദൂരെ കുത്തനെയുള്ള ഒരു കുന്നിൻ മുകളിലാണ്. ഇത് ആർക്കും കിട്ടില്ലെന്ന സംസാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചു കേട്ട ടോമി നിധിയൊടുക്കാൻ ശ്രമം നടത്താൻ തീരുമാനിച്ചു. ചെറിയ വലിപ്പവും വേഗത കുറവാണെങ്കിലും ഈ ദൗത്യം പരീക്ഷിക്കാൻ തീരുമാനിച്ചു ടോമി. മറ്റു മൃഗങ്ങൾ ടോമിയുടെ ആവേശത്തെ പ്രോത്സാഹിപ്പിച്ചു. ദികൾ താണ്ടിയും കുന്നുകൾ കയറിയും ടോമി യാത്ര തുടങ്ങി. വഴിയെ അവൻ നിരവധി തടസ്സങ്ങൾ നേരിട്ടുവെങ്കിലും അവൻ മുന്നോട്ട് തന്നെ പോയി. അവനത് ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവനുണ്ടായിരുന്നു. യാത്രക്കിടയിൽ അവൻ ഒരു മരത്തിൽ ഒരു ബുദ്ധിശാലിയായ ഒരു മൂങ്ങയെ കണ്ടു. മൂങ്ങ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ? ടോമി പറഞ്ഞു, കുന്നിൻ മുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധി കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഞാൻ. ടോമിയുടെ മറുപടി മൂങ്ങയെ അതിശയപ്പെടുത്തി. കാരണം അവന്റെ മറുപടിയിലുള്ള നിശ്ചയദാർഢ്യവും ധീരതയുമാണ്. ഒരു സഹായമായി മൂങ്ങ അവന് ആകർഷകമായ ഒരു മാപ്പ് നൽകുന്നു. ആ മാപ്പിൽ ആ നിധിയിലേക്കുള്ള വഴിയുണ്ടായിരുന്നു. ടോമി ആ വഴിയിലൂടെ സഞ്ചരിച്ച് കുന്നിൻ മുകളിലെ നിധിയിലേക്ക് എത്തുന്നു. അങ്ങനെ ടോമിക്ക് നിധി കിട്ടുന്നു. എന്നാൽ ടോമി മാപ്പ് തന്നതിനും തന്നെ സഹായിച്ചതിനുമുള്ള നന്ദി അറിയിക്കുവാൻ വേണ്ടി മൂങ്ങയ്ക്ക് അവന്റെ നിധിയിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കുന്നു. ശേഷം ടോമി തന്റെ കാട്ടിലേക്ക് തിരിച്ചു. ആഹാരത്തോടെയും ആരവങ്ങളോടെയും കാട്ടിലുള്ളവർ ടോമിയെ സ്വീകരിച്ചു. ശേഷം ടോമി നിധി എല്ലാവർക്കും ഭാഗിച്ചു നൽകി. എല്ലാവർക്കും ജീവിതകാലം മൊത്തം ഓർക്കാനുള്ള ഒരു നേട്ടമാണ് ടോമി നേടിയത്. ധൈര്യവും നിശ്ചയദാർഢ്യവും കൊണ്ട് ചെറിയ ജീവിക്ക് പോലും വലിയ നേട്ടങ്ങൾ നേടാം എന്ന് ടോമിക്ക് മനസ്സിലായി.